ഹായ് ഓൺ ഈ വീഡിയോ എസ്പെഷ്യലി ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. പക്ഷേ ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമുകാരും മസ്റ്റായിട്ടും കാണേണ്ട ഒരു വീഡിയോ കൂടിയാണ്. കാരണം നമ്മളെ മാറ്റത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മളെ കരിക്കുലത്തിനകത്തും സിലബസിനകത്തൊക്കെ വരുന്നത് പോലെ തന്നെ ഒരു മാർക്കറ്റ് ട്രെൻഡും ഉണ്ട്. നമ്മൾ എന്താ പറയുക, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇൻ ഡിമാൻഡ് ഫീൽഡ് ആയിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും കാലം. പക്ഷേ അവിടെ നിന്ന് ഒരു ഡിമാൻഡ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റീസൺ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ടോപ്പ് IITs ചോദിക്കുകയാണെങ്കിൽ നമുക്ക് IIT ഡൽഹിയും IIT ബോംബെയാണ്. അപ്പോൾ അവിടെ ഒരു ഭയങ്കര റഷായിരുന്നു നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ അഡ്മിഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. റീസൺസ് പലതാണ്. കാരണം മാർക്കറ്റിൽ CS-ൻ്റെ ഒരു എന്താ പറയുക, ലാസ്റ്റ് ഒരു 5 to 10 years നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നല്ല സാലറി ഹൈക്കും നല്ല രീതിയിലുള്ള പാക്കേജസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇന്ത്യക്ക് പുറത്തുമായിട്ട് വലിയ രീതിയിൽ പോകുന്നുണ്ട്. അപ്പം 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ആനുവൽ സാലറിനകത്തൊക്കെയാണ് നമുക്ക് ടോപ്പ് IITs പഠിച്ചിറങ്ങിയ ആളുകൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈവൻ അതിനും പുറത്തോട്ടും പോയിട്ടുണ്ട് ഒരുപാട്. ഈവൻ 1 CR മുകളിലൊക്കെ പാക്കേജുള്ള ആളുകൾ ഗൂഗിളിലൊക്കെ പ്ലേസ് ആയ ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡിന് മാറ്റം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലാസ്റ്റ് ഒരു 1 or 2 years ആയിട്ട് AI-ൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഇൻവോൾവ്മെൻറ്റ് നമ്മളെല്ലാ കാര്യത്തിലും വരുന്നുണ്ട്. ഒരുപാട് വൈറ്റ് കോളർ ജോബ്സ്, അതിപ്പം MBA-ക്കാർ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, ഒരുപാട് എൻട്രി ലെവൽ ജോബുകൾ. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു ബേസിക് കോഡിങ് അല്ലെങ്കിൽ പൈത്തൺ കോഡിങ് പഠിച്ച ആളുകൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ജോബുകളൊക്കെ ഒരുപാട് കമ്പനീസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ ചെയ്യുന്ന ജോലികൾ ഇപ്പം ChatGPT പോലെയോ അല്ലെങ്കിൽ ക്ലൗഡ് AI പോലെയോ ഉള്ള AI ടൂൾസുകൾ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ജോബിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായ ഒരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 1 or 2 years കൊണ്ട് മാക്സിമം അതൊക്കെ പോകും. പക്ഷേ അതൊക്കെ അറിയാവുന്ന ആളുകൾക്ക്, അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നറിയാവുന്ന ആളുകൾക്ക് ജോലികൾ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അതായത് AI ഒരിക്കലും നിങ്ങൾ ജോലി നഷ്ടപ്പെടുത്തുകയല്ല, പക്ഷേ നിങ്ങൾ ആ AI എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു എന്താ പറയുക, നമുക്ക് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ഇതൊരു ട്രെൻഡ് മനസ്സിലാക്കി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IITs-ലൊക്കെ ആണെങ്കിൽ 20 ലക്ഷം മുതൽ 40 ലക്ഷം LPA-ൽ CS-കാർക്ക് സാലറി കിട്ടിയ സമയത്ത് സിവിൽ എഞ്ചിനീയേഴ്സിന് അവിടെ കിട്ടിയിരുന്നത് 8 മുതൽ 10 ലക്ഷം വരെ LPA ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആളുകളിപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കണ്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ AI വന്നു കഴിഞ്ഞാലും അധികം ബാധിക്കാത്തൊരു ഫീൽഡാണ് കൺസ്ട്രക്ഷൻ മേഖല. നമ്മളെ വേൾഡിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ മേഖല ബൂം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിലേക്കാണ് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്. അതായത് ഇപ്പോൾ IIT ഡൽഹി IIT ബോംബെയിലൊക്കെ നോക്കുകയാണെങ്കിൽ 2000-ന് മുകളിലും 3000-ന് മേഖല ഉണ്ടായിരുന്ന റാങ്ക് ഓപ്പണിങ്, സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ റാങ്ക് ഓപ്പണിങ് 179-ലേക്കും 385-ലേക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു എന്താ പറയുക, ഒരു ഷിഫ്റ്റിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു എല്ലാവരും 5-10 വർഷം കഴിയുമ്പോൾ ഇതുപോലൊരു എന്താ പറയുക കരിയർ സ്വിച്ച് നടക്കും. അതങ്ങനെയാണ്. നമ്മളിപ്പം നിയർ ബൈയുള്ള കോളേജസ് നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സിനകത്ത് പഠിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് വളരെ കൂടും. ഡിമാൻഡ് കൂടുന്ന സമയത്ത് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് വരും, നല്ല സാലറി വരും. അങ്ങനെ കയറുന്ന സമയത്ത് ഈ ഒരു ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്തായിരിക്കും വീണ്ടും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടാവും. പഠിക്കുന്ന സമയത്ത് വീണ്ടും നല്ല രീതിയിൽ ആളുകൾ പുറത്തിറങ്ങും. അപ്പം മാർക്കറ്റ് ഡിമാൻഡിനേക്കാൾ കൂടുതൽ ആളുകൾ എന്താ പറയുക പഠിച്ചിറങ്ങുന്ന സമയത്ത് അവർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ വരും. വീണ്ടും അടുത്ത ട്രെൻഡ് മാറും. അങ്ങനെയാണ് ഷിഫ്റ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നോക്കുകയാണെങ്കിൽ CS ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ കോളേജസും 2 batches ഒക്കെ ഉണ്ട്. 60 മുതൽ 120 പിള്ളേർ വരെയാണ് ഓരോ കോളേജിൻ്റെ അതും പുറത്തുണ്ട്. കേരളം 100-140 കോളേജസ് ഉണ്ട്. ഇത് ഓൾ ഇന്ത്യ വൈസ് നോക്കുകയാണെങ്കിൽ 10-15 ലക്ഷം ആളുകളാണ് ഓരോ വർഷം പാസ് ഔട്ട് ആകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു എന്താ പറയുക സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇപ്പം പുതിയ ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ, സ്റ്റുഡൻസൊക്കെ +2 കഴിഞ്ഞിട്ട് JEE എക്സാമും കീം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നൊരു അധികം വിദൂരമല്ല. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ IIT ബോംബെ, IIT ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSE അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പാരൻസിനൊക്കെ ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ക്യാമ്പസുകളൊക്കെയാണ്. അവിടെ നേരെ തിരിച്ച് ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിവിൽ എഞ്ചിനീയറിന് കൂടുതൽ ഡിമാൻഡ് കൂടി വരുന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സിവിൽ എഞ്ചിനീയർ മാത്രമല്ല, ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വെൽഡിങ്, ആ ടൈപ്പ് ഓഫ് ജോലികൾ, പ്ലംബിങ് അല്ലെങ്കിൽ നമ്മളെ ഇലക്ട്രീഷ്യൻ വർക്കുകൾ, ഇതുപോലത്തെ ഹാൻഡ്സ് ഓൺ വർക്കുകൾ ചെയ്യാൻ ഇനി എന്തായാലും ആളുകളുണ്ടാവും. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഭൂമി ചെയ്യുന്ന പോലെ സിവിൽ എഞ്ചിനീയർ ഒരു ഭാഗത്ത് കൂടുന്ന പോലെ തന്നെ അതിൻ്റെ മറ്റൊരു വശമാണ് MEP പോലുള്ള ഫീൽഡിലുള്ള ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഇത് ഭൂമി നല്ല രീതിയിൽ വരാൻ പോവുകയാണ്. അപ്പം ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇനി ഫ്യൂച്ചർ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ഞാൻ ഓൾറെഡി ഇപ്പം പഠിച്ചിറങ്ങിയ ആളുകൾക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി വരാൻ പോവുകയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ നിന്ന് മാറാതെ മാക്സിമം കോർ ഫീൽഡിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം അവിടെ ഡിമാൻഡ് ഇനിയും വരാൻ പോവുകയാണ്. ഡിമാൻഡ് ഉണ്ട് ഓൾറെഡി. മറ്റുള്ള ജോലി പോലെ, ഇപ്പം വൈറ്റ് കോളർ ജോബ് പോലെ ഒരു AI-ൻ്റെ ത്രെഡ് അധികം ബാധിക്കാത്തൊരു ഫീൽഡും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിരിക്കുക. സിവിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എന്താ പറയുക ഉപയോഗപ്പെടാവുന്ന രീതിയിലേക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്.
ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിലും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞുതരാൻ എനിക്കിപ്പം പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനകത്തേക്ക് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ്ലി കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ജോബ് ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഷിഫ്റ്റിൽ മാക്സിമം ഒരു 1 or 2 years കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അൾട്ടിമേറ്റ് ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഡൗട്ടുകൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അപ്സ്കില്ലിംഗായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എക്സാംസായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ നമുക്ക് സെപ്പറേറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.